നെക്സ്റ്റ് ഈസ് ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതാണ്, അതായത് ഒരു ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ ബോഡിയിൽ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ഡൈനാമിക് അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കൈനറ്റിക് ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ദ ഓപ്പോസിംഗ് ഫോഴ്സ് ദറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ഈസ് മൂവിങ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. എഫ് കെ എന്നാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക. എഫ് കെ ഈസ് പ്രപ്പോർഷണൽ ടു നോർമൽ ഫോഴ്സ്. നേരത്തെ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഴുതിയ പോലെ തന്നെയാണ്. എഫ് മാക്സ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനെയാണ് ഇവിടെ എഫ് മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. എഫ് മാക്സ് ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ. നേരത്തെ നമ്മൾ എഫ് മാക്സ് എന്ന് എഴുതിയത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആയിരുന്നു. ഇവിടെ എഫ് മാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ. കൈനറ്റിക് ഫ്രിക്ഷനിൽ അതിൽ മ്യൂ കെ എന്നാണ് കോഎഫിഷ്യൻറ്റിൻ്റെ പേര്, അല്ല പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിൻ്റെ പേര്. ഇറ്റ് ഈസ് കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂ കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് മെറ്റീരിയൽ, ആ ഒരു രണ്ട് സർഫസിൻ്റെ മെറ്റീരിയലിനെയും നേച്ചറിനെയുമാണ്. ഇഫ് ദ സർഫസ് ആർ സ്മൂത്ത്, സർഫസ് സ്മൂത്ത് ആണെങ്കിൽ മ്യൂ കെയുടെ വാല്യൂ ചെറുതായിരിക്കും. ആൻഡ് ഇഫ് ദ സർഫസ് ആർ റഫ്, സർഫസ് റഫ് ആണെങ്കിൽ മ്യൂ കെയുടെ വാല്യൂ ലാർജ് ആയിരിക്കും. ഇനി കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. വീണ്ടും കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ നോക്കാം. അത് രണ്ടും ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. സ്ലൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് സർഫസ് തമ്മിൽ സ്ലൈഡ് ചെയ്യുക, ഞെരുങ്ങി നീങ്ങുക. റോളിംഗ് എന്ന് പറഞ്ഞാൽ റോൾ ചെയ്യുക, ഉരുണ്ടു പോകുക. അപ്പം അത് തന്നെയാണ് ആ ഫ്രിക്ഷനുകളുടെ ഡെഫിനേഷൻ. The frictional force that comes into play when one body is actually sliding over the surface of another body is called a sliding friction. ഒരു ബോഡി മറ്റേ ബോഡിയുടെ പുറത്ത് സ്ലൈഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? The frictional force that comes into play when one body is actually rolling over the surface of another body. അതാണ് റോളിംഗ് ഫ്രിക്ഷൻ. എപ്പോഴും റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അതും ഓർത്തിരിക്കണം, അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. റോളിംഗ് ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാളും കുറവ്. അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും ചോദിക്കുകയാണെങ്കിൽ, കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും ചോദിക്കുകയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും കുറവ്. നെക്സ്റ്റ്, ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്രിക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ലോസ് ഓഫ് ഫ്രിക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ കുറച്ച് നമ്പറുകൾ ഇട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 7 പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ പോയിന്റ്സ് ഓർത്ത് വെച്ച് എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സമ്മറൈസ് ചെയ്ത് കുറച്ച് ലോസ് ആക്കി എഴുതിയിരിക്കുന്നതാണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. First one, the force of friction depends on the nature of surfaces in contact. ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രണ്ട് സർഫസുകളുടെ നേച്ചറിനെയാണ്. നമ്മൾ ആ ഫോർമുലയൊക്കെ എഴുതിയതാണ്. അപ്പോൾ അതിൽ മ്യൂ എന്ന് പറയുന്ന ഒരു ടേം വന്നതാണ്. മ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് സർഫസിൻ്റെ നേച്ചറിനെയാണ്. അപ്പോൾ സർഫസിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്. പിന്നെ സെക്കൻഡ് ലോ പറയുന്നത് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഏരിയ ഓഫ് കോണ്ടാക്ട് ആസ് ലോങ് ആസ് ദ നോർമൽ ഫോഴ്സ് ഈസ് സെയിം. നോർമൽ ഫോഴ്സ് സെയിം ആയിരിക്കുന്നിടത്തോളം ഏരിയ ഓഫ് കോണ്ടാക്റ്റുമായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സിന് യാതൊരുവിധ ബന്ധവുമില്ല. The maximum force of static friction is directly proportional to the normal force acting between two bodies in contact. അത് നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ കേസ് പറഞ്ഞതാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് ഇത്. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. is directly proportional to the normal force acting between two bodies in contact. നമ്മൾ അതിൻ്റെ ഫോർമുല എഴുതിയതാണ്, പ്രപ്പോർഷണൽ ടു എന്ന് പറഞ്ഞ് എഴുതിയതാണ്. അതാണ് ഇപ്പോൾ ലോ ആയിട്ട് പറയുന്നത്.
നെക്സ്റ്റ് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ കേസിലും നമുക്ക് പറയാം കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി നോർമൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ റിലേറ്റീവ് മോഷൻ. രണ്ടും പ്രപ്പോർഷണൽ ടു നോർമൽ ആണ്, കൈനറ്റിക് ആണെങ്കിലും അതുപോലെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണെങ്കിലും. The direction of kinetic friction on a body is opposite to the velocity of the body. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മോഷന് ഓപ്പോസിറ്റ് ആണ്. മോഷൻ്റെ ഡയറക്ഷനിലായിരിക്കും, അതായത് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയാം. അത് സ്റ്റാറ്റിക് ആയിക്കോട്ടെ ഡൈനാമിക് ആയിക്കോട്ടെ, രണ്ടാണെങ്കിലും ഓപ്പോസിറ്റ് ടു വെലോസിറ്റി ഓഫ് ദി ബോഡിയാണ്. The magnitude of kinetic friction is independent of the velocity of motion of the body. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഡയറക്ഷൻ ആണ് ഈ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ്. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡും ആയിട്ട്, അതായത് അതിൻ്റെ വാല്യൂ ആയിട്ട് ഈ വെലോസിറ്റിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി വെലോസിറ്റി ഓഫ് മോഷൻ. Last point, the coefficient of friction, kinetic friction is less than coefficient of static friction for the same pair of surfaces. രണ്ട് ഒരേ pair of surface എടുക്കുകയാണെങ്കിൽ coefficient of kinetic energy ആയിരിക്കും static frictionേക്കാളും കുറവ്. ഓക്കെ, കൈനറ്റിക് അതാണ് നേരത്തെ പറഞ്ഞത്. കൈനറ്റിക് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും എടുക്കുകയാണെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കും കുറവ്. അതുപോലെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും എടുക്കുകയാണെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും കുറവ്. അപ്പോൾ ഈ ഒരു 7 പോയിന്റ്സ് ആണ് ലോസ് ഓഫ് ഫ്രിക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനും 2 ലോസ് ഓഫ് ഫ്രിക്ഷനും ആണ്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഫ്രിക്ഷൻ്റെ ഗുണങ്ങൾ? It is the frictional force between ground and feet that help us to walk. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്, നമ്മൾ നടക്കുന്നത് നടക്കാൻ നമുക്ക് സാധിക്കുന്നത്, വീഴാതെ നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഗ്രൗണ്ടും ഫീറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണത്. It helps us to hold things. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ പിടിക്കണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. The friction between tires and the road help us to stop the vehicle when brake is applied. നമ്മൾ വാഹനത്തിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വണ്ടി നിൽക്കുന്നത് ഈ ടയറും റോഡും തമ്മിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നത് കൊണ്ടാണ്. The nails and screws join in two surfaces due to force of friction. നമ്മൾ 2 സർഫസ് ജോയിൻ ചെയ്യാനായിട്ട് നെയിൽ അല്ലെങ്കിൽ സ്ക്രൂ യൂസ് ചെയ്യും. അതും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അതിലേക്ക് കയറ്റി വയ്ക്കുന്നത്. വിത്തൗട്ട് ഫ്രിക്ഷൻ it is impossible to climb a tree or fix a nail on the wall. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് മരം കയറാനും പറ്റില്ല. അതായത് നമുക്കറിയാം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് തെങ്ങിൽ കയറുന്നവരെ പറയാറുണ്ട് തെന്നൽ കൂടുതലായിരിക്കും. കാരണം എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് മരത്തിൽ നമുക്ക് കുത്തിപ്പിടിച്ച് കയറണമെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. അതുപോലെ ഒരു ചുമരിൽ നമുക്കൊരു ആണി അടിക്കണമെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം. നെക്സ്റ്റ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഫ്രിക്ഷൻ സ്ലോസ് ഡൗൺ ദ മോഷൻ. അതായത് ആ മോഷൻ സ്ലോസ് ഡൗൺ ചെയ്യും. കാരണം മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ അതുകൊണ്ട് ആ മോഷനെ എന്തായാലും അത് ഡിക്രീസ് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. പിന്നെ പ്രൊഡ്യൂസസ് അൺനെസസറി ഹീറ്റ് ലീഡിങ് ടു വേസ്റ്റേജ് ഓഫ് എനർജി. അൺനെസസറി ഹീറ്റ് ഉണ്ടായി എനർജി വേസ്റ്റേജ് ഉണ്ടാവും. ഡിക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് മെഷീൻസ്. മെഷീൻസിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. അൺനെസസറി ആയിട്ട് ഹീറ്റും എനർജി ലോസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മെഷീൻസിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യും. അതുപോലെ കോസസ് വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ ഉണ്ടായിരിക്കും. വെയർ ആൻഡ് ടയർ എന്ന് പറഞ്ഞാൽ തേയ്മാനം, മെഷീനുകളുടെ മൂവിങ് പാർട്സിനെ തേയ്മാനം സംഭവിക്കും. അതും ഫ്രിക്ഷൻ കൊണ്ടാണ്. ഫ്രിക്ഷൻ സംടൈംസ് ക്രിയേറ്റ് ഫയർ ആക്സിഡൻറ്റ്സ് ലൈക്ക് ഫോറസ്റ്റ് ഫയേഴ്സ്. നിങ്ങൾ കാട്ടുതീയെ കുറിച്ച് കേട്ട് കാണും. 2 മരങ്ങൾ തമ്മിൽ ഉരസുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടായി ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഫോറസ്റ്റ് ഫയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫ്രിക്ഷൻ കൊണ്ടാണ്. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്.
അപ്പോൾ ഇത്രയാണ് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് കാണുന്നത് മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പോൾ ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. നമുക്ക് ഫ്രിക്ഷൻ ഈസ് യൂസ്ഫുൾ വൈൽ വി വാക്ക്, റൈറ്റ്, പ്ലേ, റൺ എക്സെട്ര. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഹാംഫുൾ ടു us ലൈക്ക് ഫയർ ആക്സിഡൻറ്റ്സ്, വെയർ ആൻഡ് ടയർ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് റെഡ്യൂസ് ചെയ്യണം. ഫ്രിക്ഷൻ ഈസ് കോൾഡ് എ നെസസറി ഈവിൾ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും പറയുന്നൊരു വാചകമാണ്. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം? സം മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. അതിൽ ഒന്നാണ് ലൂബ്രിക്കേഷൻ. ലൂബ്രിക്കൻസ് അപ്ലൈ ചെയ്യാം. അതായത് രണ്ട് സർഫസുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗത്ത് ഏതെങ്കിലും ലൂബ്രിക്കൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. When the gap between two surfaces is filled with oil or grease, ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ആണൊക്കെയാണ് സാധാരണ ലൂബ്രിക്കൻസ് ആയിട്ട് ഉപയോഗിക്കുക. ഇറഗുലാരിറ്റീസ് ബിക്കം ഫിൽഡ് വിത്ത് ദിസ് ആൻഡ് ഫ്രിക്ഷൻ റെഡ്യൂസസ്. ആ ഒരു രണ്ട് സർഫസുകൾ തമ്മിലുള്ള ആ ഒരു ഇറഗുലാരിറ്റീസ് ഒക്കെ ഈ ലൂബ്രിക്കൻസ് ഒഴിക്കുമ്പോൾ അതൊക്കെ ഫില്ലാവും. എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ഫില്ലാവും. ആ സർഫസ് കൂടുതൽ സ്മൂത്ത് ആയതുപോലെയാവും. അങ്ങനെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെ, അതായത് ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലൂബ്രിക്കേഷൻ. ആൻഡ് ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ദിസ് ആർ കോൾഡ് ലൂബ്രിക്കൻസ്. ആ ഒരു പ്രോസസ്സിന്, ലൂബ്രിക്കൻസ് ഉപയോഗിച്ച് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് ലൂബ്രിക്കേഷൻ. അതിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറയുന്നതാണ് ലൂബ്രിക്കൻസ്. ലൂബ്രിക്കൻസ് നമ്മുടെ മെഷീൻസിൻ്റെ നേച്ചർ അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. പലതരം ലൂബ്രിക്കൻസ് ഉണ്ട്. അപ്പോൾ എ മോഡേൺ ലൂബ്രിക്കൻറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് മിനറൽ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ആൻഡ് കൊളോയിഡൽ തിൻ ഓയിൽ. For light machinery, oils are used, while for heavy machines, grease are used. അത് ഓർത്ത് വയ്ക്കുക. ലൈറ്റ് ആയിട്ടുള്ള മെഷീനറികളിലാണെങ്കിൽ ഓയിലുകളായിരിക്കും യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ തയ്യൽ മെഷീനിലൊക്കെ ഓയിലായിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ ഹെവി മെഷീൻസ് ആണെങ്കിൽ, ഇപ്പോൾ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഗ്രീസ് ആയിരിക്കും യൂസ് ചെയ്യുക. For light machines like watches, weighing machines, etc., thin oil is used. In very high machinery, solid lubricants like graphite are used. ഒന്നുമില്ലെങ്കിൽ ഹെവി മെഷീനറിയിലെ ഗ്രീസ് അല്ലെങ്കിൽ സോളിഡ് ലൂബ്രിക്കൻസ് ലൈക്ക് ഗ്രാഫൈറ്റ് ആർ യൂസ്ഡ്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കാം. ഒരു സോളിഡ് ലൂബ്രിക്കൻറ്റ് സജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഗ്രാഫൈറ്റ് ആണത്. സോളിഡ് ലൂബ്രിക്കൻറ്റ്. നമ്മൾ ലൂബ്രിക്കൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മനസ്സിലാദ്യം വരുന്നത്. പക്ഷെ സോളിഡ് ആയിട്ടുള്ള ലൂബ്രിക്കൻസും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഗ്രാഫൈറ്റ്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലൂബ്രിക്കേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പോളിഷിങ്. അതായത് ആ ഒരു സർഫസ് പോളിഷ് ചെയ്യുക. പോളിഷിങ് ഓഫ് റഫ് സർഫസ്. അപ്പോൾ അതാണ് സെക്കൻഡ് ടെക്നിക്. എ ഹാർഡ് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു ഗ്രൈൻഡ് ആൻഡ് റിമൂവ് ദ ഇറഗുലാരിറ്റീസ് ഓൺ ദി സോഫ്റ്റ് സർഫസ്. Examples include polishing of wooden surface, tiles, marbles, etc. അപ്പോൾ പോളിഷ് ചെയ്യാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സാൻഡ് പേപ്പർ ആണ്. സാൻഡ് പേപ്പർ ഈസ് യൂസ്ഡ് ഫോർ പോളിഷിങ് ഫൈൻ ലെവൽ. അതല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടും നമുക്ക് പോളിഷ് ചെയ്യാം. അതായത് ഹാർഷ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആർ സംടൈംസ് ഡൺ ടു റെഡ്യൂസ് ഇറഗുലാരിറ്റീസ്. അതും ഈ ഒരു പോളിഷിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പോളിഷ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെൻ ദ സർഫസ് ബിക്കം സ്മൂത്ത് ആക്കുമ്പോൾ ദ കോണ്ടാക്ട് പ്രഷർ ഡിക്രീസസ് ആൻഡ് ഹെൻസ് ഫ്രിക്ഷൻ റെഡ്യൂസസ്. അങ്ങനെയാണ് ഫ്രിക്ഷൻ കുറയ്ക്കുന്നത്. ഇപ്പോൾ ലൂബ്രിക്കൻസിൽ നമ്മൾ ചെയ്യുന്നത് ആ ഇറഗുലാരിറ്റീസിൽ ഇങ്ങനെ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്യുകയാണ്.
പോളിഷിങ്ങിൽ ചെയ്യുന്നത് ആ ഇറഗുലാരിറ്റീസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയാം, അങ്ങനെ പോളിഷ് ചെയ്ത് കളയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിന് സാൻഡ് പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് വഴിയും അങ്ങനെ പോളിഷ് ചെയ്യാം. അങ്ങനെ പോളിഷ് ചെയ്യുമ്പോൾ ആ ഒരു കോണ്ടാക്ട് പ്രഷർ കുറയും, കാരണം ആ ഒരു മുഴച്ചു നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കളയാണ്. അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്ട് പ്രഷർ കുറഞ്ഞ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു, ലൂബ്രിക്കേഷനും പോളിഷിങ്ങും. ലാസ്റ്റ് മെത്തേഡാണ് യൂസ് ഓഫ് ബോൾ ബെയറിങ്സ് ഇൻ മൂവിങ് പാർട്സ്. മൂവിങ് പാർട്സിൽ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യാം. In our common experience that it is our common experience that it is easier to roll a body than to slide it along the ground. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്, നമുക്കൊരു ബോഡി സ്ലൈഡ് ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് റോൾ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ ടേബിൾസ് തന്നെ കണ്ടിട്ടുണ്ടാവും, റോളിംഗ് വീലുകളുള്ള ടേബിളുകളുണ്ട്, റോളിംഗ് നമ്മുടെ ട്രോളികളുണ്ടല്ലോ, അതായത് സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ട്രോളികളോ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ട്രോളികളോ എന്തു തന്നെ ആയാലും അതിൻ്റെ താഴെയുള്ള ചക്രങ്ങൾ കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ ഈസിയാണ് എത്ര വലിയ സാധനങ്ങളും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഉരുട്ടിക്കൊണ്ട് പോകാൻ എളുപ്പമാണ്. അതാണ് പറയുന്നത്, സ്ലൈഡിങ്ങിനേക്കാളും ഒരുപാട് എളുപ്പമാണ് റോൾ ചെയ്യാനുള്ളത്. അപ്പോൾ റോൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്കാണ് ഈ ഒരു ബോൾ ബെയറിങ്സിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ഈസിയർ ടു റോൾ എ ബോഡി ദാൻ ടു സ്ലൈഡ് ഇറ്റ് അലോങ് ദ ഗ്രൗണ്ട്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഇൻ വിച്ച് ബോൾ ബെയറിങ്സ് വർക്ക്. Hard steel balls placed between moving parts like coaxial cylinders. കൊയാക്സിയൽ സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരേ ആക്സിസ് ഉള്ള സിലിണ്ടേഴ്സിനെയാണ് കോ ആക്സിയൽ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സിലിണ്ടർ ഷേപ്പിൻ്റെ നടുവിലൂടെ പോകുന്നതാണ് അതിൻ്റെ ആക്സിസ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സിലുള്ള സിലിണ്ടേഴ്സ് ഒന്നിനെ അകത്ത് ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കൊയാക്സിയൽ സിലിണ്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ രണ്ട് കൊയാക്സിയൽ സിലിണ്ടേഴ്സ് തമ്മിൽ ഒരു റിലേറ്റീവ് മോഷൻ വേണമെങ്കിൽ അവർ തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ബോൾ ബെയറിങ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ്, അതായത് എല്ലാ സമയത്തും എല്ലാ ഷേപ്പുകളിലും ഈ ബോൾ ബെയറിങ്സ് പറ്റില്ല. രണ്ട് സിലിണ്ടേഴ്സ് തമ്മിലുള്ള കോണ്ടാക്റ്റിൽ വരുന്ന ഭാഗത്ത് നമുക്ക് ബോൾ ബെയറിങ്സ് ഇട്ട് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബോൾസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് സ്റ്റീൽ ബോൾസ് ഒക്കെയാണ്. അപ്പോൾ അത് കൊയാക്സിയൽ സിലിണ്ടേഴ്സിൻ്റെ ഇടയിൽ വെച്ച് ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു 3 മെത്തേഡാണ് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് കോമൺലി ഉപയോഗിക്കുന്നത്. 1 ലൂബ്രിക്കേഷൻ, 2 പോളിഷിംഗ്, 3 യൂസ് ഓഫ് ബോൾ ബെയറിങ്സ്. അപ്പോൾ ഇത്രയുമാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. നെക്സ്റ്റ് സെക്ഷൻ ഹീറ്റ് ആണ്. അത് നെക്സ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. ഓക്കെ.